ജോസഫ് മൂവിയിൽ ആ ഒരു സോങ്സ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് മൂവി തന്നെ അത്രയും നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റി, നല്ല അംഗീകാരങ്ങൾ, നല്ല എങ്ങനെയായിരുന്നു അതിന്റെ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു ഇറങ്ങിയതിന് ശേഷം? അത് ജോസഫ് എന്ന് പറയുന്ന സിനിമ എനിക്ക് പപ്പേട്ടൻ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ പപ്പേട്ടനിലേക്ക് ഞാൻ എത്തുകയും പപ്പേട്ടൻ എനിക്ക് സമ്മാനമായിട്ട് തന്നൊരു സിനിമയാണ് ശരി. അപ്പോൾ അത് ആദ്യം ചെയ്യുന്ന സമയത്ത് 2 പാട്ടുകളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഉയരുന്നാഥിനെ എന്ന പാട്ടിൻ്റെ സ്പേസും പിന്നെ കരിനീല കണ്ണുള്ള പെണ്ണ്, ഈ 2 പാട്ടിൻ്റെ സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അത് ജോജു ചേട്ടൻ ഭയങ്കര ഒരു മ്യൂസിക് ലവറാണ്, അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മ്യൂസിക്കിൻ്റെ പ്രാന്തനാണ് ജോജു ചേട്ടൻ. അതായത് അതും കൂടെ വലിയൊരു ഫാക്ടറാണ് പാട്ടുകൾ നന്നായതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇൻസ്പയർഡ് ആയതിൽ, എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതിൽ ജോജു ചേട്ടൻ്റെ പങ്ക് വളരെ 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 വലുതാണ്. അതായത് ജോജു ചേട്ടൻ വന്ന് അഭിനയിച്ച് കാണിച്ചു തരും പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. കണ്ണെത്താ ദൂരം നീ മായുന്നു എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ സെമിത്തേരിയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് തലേണി എടുത്ത് കെട്ടിപ്പിടിച്ച് താഴെ കരഞ്ഞുകൊണ്ട് കിടക്കും ജോജു ചേട്ടൻ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ കണ്ണെത്താ ദൂരം നീ മായുന്നു ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊരു ചെറിയ കാര്യമല്ല, അത്രയും ഒരു സ്പേസ് നമുക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ജോസഫിൻ്റെ ഇമോഷൻ എന്താണെന്നും എങ്ങനെയാണ് ജോജു ചേട്ടൻ പെർഫോം ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ ഉള്ളൊരു വലിയൊരു ഐഡിയ പക്കയായിട്ട് കിട്ടി. പിന്നെ എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാട്ടും കറക്ഷൻസ് വരാത്തൊരു പാട്ടാണ് ജോസഫ്. ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ട്യൂണാണ് എല്ലാം. ഒന്നിനും ഒരു സെക്കൻഡ് ഓപ്ഷൻ ചോദിക്കുകയോ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് ജോജു ചേട്ടനും പറഞ്ഞിട്ടില്ല, പപ്പേട്ടനും പറഞ്ഞിട്ടില്ല. എല്ലാം ഫസ്റ്റ് ട്യൂൺ ഞാൻ നോക്കിയായിരുന്നു. കാരണം അത്രയധികം ഇൻവോൾവ് ആവാനായിട്ട് അവർ തന്നെ ഇൻഡയറക്റ്റ്ലി അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാം ഒരു ഇന്ത്യൻ സംഗീതമാണ്, കൂടുതലും ഈ പറഞ്ഞ തബ്ല, ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ പെർക്കഷൻ എല്ലാം ഓറിയൻറ്റഡ് ആയിട്ടാണ് സോങ്സ് എല്ലാം കമ്പോസ് ചെയ്തത്. മെലോഡി ആണെങ്കിലും പൂമത്തോളം എന്ന് പറഞ്ഞ പാട്ട് 80കളിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സോങ് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് പേടിയുമായിരുന്നു എങ്ങനെയാണ് ഈ പാട്ട് സ്വീകരിക്കപ്പെടുക. കാരണം കുമ്പളിങ്ങി നൈറ്റ്സും വരത്തിനും അതുപോലെയുള്ള സൗണ്ട് സ്കേപ്പ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും പടങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തബലപ്പാട്ട് എങ്ങനെയായിരിക്കും അംഗീകരിക്കപ്പെടുക, എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു ഈ പാട്ടിനെ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ശരത് സാറുടെ ബ്രദർ ഇൻ ലോ ആണ് ജോസഫിലെ എല്ലാ പാട്ടുകളും പെർക്കഷൻ വായിച്ചിരിക്കുന്നത്. ശ്രുതിയാണ്.